ജീവിതത്തിൽ 100 വട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന എന്റെ പ്രിയരെ, നിങ്ങൾക്കൊരു കൂൾ ഓഫ് ടൈം ഒക്കെ വേണ്ടേ? സോ വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ് ഓഫ് അടിപൊളി ലോകം. മാടമ്പള്ളിയിലെ മാനസിക രോഗി ശരിക്കും ശ്രീദേവി ആയിരുന്നില്ല ഗൈസ്. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഈ സൈക്കിക് വൈബ്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് നോർമൽ ആവും. പിന്നെ ഇടയ്ക്ക് എന്തോ ഒരു ലൈൻ കട്ടായി പോകുന്നതാണ് നിങ്ങൾ ഈ കണ്ടത്. ഒരു 3 വയസ്സുകാരന്റെ ഗംഭീര പ്രകടനമാണ് അടുത്തത്. ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കുഞ്ചൻ പറമ്പിൽ നിന്നും, ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കുഞ്ചി പറഞ്ഞ കഥ. 100% ഉറപ്പാണ്, നാളത്തെ ഒരു വലിയ കലാകാരനാണ് ആ ഇരുന്ന് കൊട്ടുന്നത്. ലോകത്തിലെ തന്നെ വളരെ കോസ്റ്റ്ലി ആയ ഒരു ബനാന സ്കിൻ കെയർ സെക്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആൾക്ക് മണിക്കൂറിന് പൈസ കൊടുക്കണമെന്നാണ് കേൾക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും ആദ്യ ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഒരു കുഞ്ഞു വിദ്യാർത്ഥി പിന്നങ്ങോട്ട് ഭയങ്കര ഇംഗ്ലീഷാണ്. Mosquito, my candy eat. Mosquito, your candy eats. Oh. Because my candy is hurt. Oh, because your candy is hurt. உனக்கு தெரியுமோடா, இது ABCDடா. വീട്ടിൽ ഞങ്ങൾ ഇംഗ്ലീഷിലെ പേസാറുള്ളൂ. സുഖജീവിതം സുഖജീവിതം എന്ന് നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. ഇത്രേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇതിലും പ്രീമിയം ആയിട്ടുള്ള സുഖജീവിതം വേറെ ഉണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നടാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു. അയൽക്കാരായിരുന്നിട്ടും എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരേ മുറി കൂടുന്നത്. ഇനിയിപ്പോ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് കമ്പനിയായ ആര് കമ്പനിയായി? ഒന്ന് ആലോചിച്ച അവർക്കും വേണ്ടേ ഒരു വിശ്രമ ജീവിതം. മക്കൾ സൂക്ഷിക്കടാ. നമ്മുടെ പരിപാടി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ 2 സഹോദരിമാരുടെ ബ്യൂട്ടിഫുൾ ആയ ഒരു പാട്ടായാലോ? എല്ലാവർക്കും പാട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.